ഹായ് ഹലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാൻ പോവുക കേട്ടോ. ഇന്ന് പണിക്കാർ വരുന്നുണ്ട്. നമുക്ക് സ്ട്രക്ചർ ചെയ്യാനുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം ഇന്നലെ നമ്മൾ ഇറക്കി. ഇന്ന് മുതൽ നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചർ പണി തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ തുടക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പില്ലറിൻ്റെ പണികളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഫൗണ്ടേഷൻ ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെയുള്ള നെറ്റുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നെറ്റുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ പ്ലേറ്റ് 6mm ഫൗണ്ടേഷൻ പ്ലേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 6mm ഫൗണ്ടേഷൻ പ്ലേറ്റിലാണ് നമ്മൾ പില്ലർ, അത് 4 ഇഞ്ച് സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 ഇഞ്ച് സ്ക്വയർ ട്യൂബിലെ പില്ലറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന കേട്ടോ ഫൗണ്ടേഷൻ പ്ലേറ്റ്. ഇതിവിടെ നമ്മുടെ പറമ്പിൽ തന്നെ മഴ നനഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ പ്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഫൗണ്ടേഷൻ പ്ലേറ്റ് ഇറക്കി കൊടുത്തിട്ട് ഈ പ്ലേറ്റ് മട്ടത്തിനാക്കി എല്ലാ പില്ലറുകളുമായിട്ട് വാട്ടർ ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വാഷറും ഇട്ട് വീണ്ടും ഓരോ നെട്ട് വെച്ചിട്ട് ഈ പ്ലേറ്റ് ടൈറ്റ് ചെയ്യും. ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ പൈപ്പ് പില്ലറ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 9 പില്ലറുകളുണ്ട്. 9 പില്ലറുകളിലും നമ്മൾ ഇതേപോലെയുള്ളൊരു ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യണത് കേട്ടോ, വർക്ക് ചെയ്യുന്നത്. പണിക്കാർ വരുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും നമ്മുടെ പില്ലർ കൊടുക്കാനുള്ള 4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ. അത് അതിലെ ഓയില് പിസിലെല്ലാം ഫുള്ള് നല്ല തുണിയിട്ട് തുടച്ച് അതിന് ശേഷം ഫുള്ള് പെയിൻറ്റ് അടിച്ച് ലെവലാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ പണിക്കാർ അത് 5 അടി ഹൈറ്റിലാണ് പില്ലർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തത്. നമ്മൾ പില്ലറിൻ്റെ മുകളിൽ ഉത്തരം കയറ്റി കേട്ടോ. പില്ലറിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം 3.5 പൈപ്പിലാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഏറ്റവും ടോപ്പിലെ ഉത്തരത്തിന് വേണ്ടിയിട്ട് 3 കാല് കൊടുത്ത് സപ്പോർട്ടുകൾ കയറി നിൽക്കാനുള്ള സപ്പോർട്ടുകൾ കൊടുത്ത് അതിലേക്ക് 4:2 ഉത്തരമാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറ്റിയിരിക്കുന്നത്. പിന്നെ ഇത് കയറ്റി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കഴുക്കോലിലാണ്. കഴുക്കോല് 4:2 പൈപ്പിലാണ് കഴുക്കോല് സെറ്റ് ചെയ്യുന്നത്. കഴുക്കോലിന് 21 അടി നീളമുണ്ട്. ഷീറ്റ് 22 അടി നീളത്തിൽ ഷീറ്റും വരും. കഴുക്കോല് നമുക്ക് ഇതിലേക്ക് ഒരു സൈഡിൽ 7 കഴുക്കോല് വെച്ചിട്ട് 2 സൈഡിലേക്കും കൂടെ 14 കഴുക്കോല് വരും. പിന്നെ 4:2 പൈപ്പിൽ തന്നെയാണ് കഴുക്കോല് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ 2.5 പട്ടികയാണ് അടിക്കണേ. ഇന്നെന്തായാലും കഴുക്കോല് ഫുള്ളായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും കേട്ടോ. നാളെ പട്ടി അടിക്കുന്ന പരിപാടി ഉണ്ടാവുക. പിന്നെ ഈ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ കൂട്ടുകാരൻ തന്നെ കേട്ടോ. ഞാൻ നാട്ടിൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ വർക്ക് ഇല്ലാത്ത സമയത്ത് അവൻ്റെ കൂടെ വെൽഡിങ്ങിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് അവനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണത്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവന് ഏകദേശം ഇത്രയും വർക്കുകൾ ഞങ്ങൾ ഞാനടക്കം 4 പേര് ഞങ്ങൾ പണിക്കാരുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം തീർന്നു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോസ് ഇനി അടുത്ത് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.